മഹാനായ സയ്യിദുനാ സുലൈമാൻ الريح عاصفة تجري بأمره ولسليمان الريح عاصفة تجري بأمره കാറ്റത്ത് പറഞ്ഞിരുന്നു സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. അവിടുത്തെ കാരണമായിട്ടാണ് കാറ്റ് ചലിച്ചിരുന്നത്. ആ കാറ്റിനെ ചലിപ്പിച്ച് നിയന്ത്രിച്ചിരുന്ന ആര്? മഹാനായ സയ്യിദുനാ സുലൈമാൻ. മഹാനായ സയ്യിദുനാ സുലൈമാൻ എല്ലാം കൊടുക്കും, കിട്ടിയതൊക്കെ കൊടുക്കും. കൊടുക്കന്നെ ബാപ്പാന്റെ പണി അങ്ങനെയല്ലേ. ബാപ്പ നാട്ടിൽക്കൊക്കെ പോറ്റും. എന്നിട്ട് ബാപ്പ വലായോക്കുരു ഇല്ലാമിന് അമലിയതേ ഒരു കുതിരയെ നോക്കിയിട്ട് അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കും ബാപ്പ. സയ്യിദുനാ ദാവൂദ് ഖജനാവാർക്കാ, നാട്ടുകാർക്കാണ്. അവരോ മിസ്കീന്റെ സ്ഥാനത്താണ് സയ്യിദുനാ സുലൈമാനും സയ്യിദുനാ ദാവൂദും അലൈഹിസ്സലാം. അവരുടെ ദർജ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്, മനത്ത് വെക്കാലോ. മുഅ്മിനെ ചിന്തിക്കണം. ചിന്തിക്കേ ദുനിയാവിനെ പറ്റി ചിന്തിക്കാത്ത മനുഷ്യനെയാണ് ശത്രുക്കൾ പൊളഞ്ഞപ്പോൾ ഒരു കരിപ്പോലും വേണ്ടി വന്നില്ല, ഒരു നെടുമ്പാശ്ശേരിയും വേണ്ടി വന്നില്ല. ശത്രുക്കൾ വളഞ്ഞപ്പോഴത്തിന് ഒരു പ്രയാസമില്ലാതെ ആകാശത്തേക്ക് ഉയർത്തി വായുവിലൂടെ ഉയർന്നു പോയി സയ്യിദുനാ ഈസാ. എന്റെ അവരെ ബന്ധം കീഴ്പോട്ടുള്ള ബന്ധമില്ല, മേപ്പെട്ടുള്ള ബന്ധമാണ്. അപ്പൊ അവർക്ക് എപ്പോഴും മേപ്പെട്ട് പോകാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം വകുല്ലുഹും മിർ റസൂൽ ലില്ലാഹി മുൽതമിസു ഖർഫം മിനൽ ബഹരി ഔ റശ്ഫം മിനൽ യമീ. നീ ഔലിയാക്കന്മാരും അങ്ങനെയുണ്ട്. ഔലിയാക്കന്മാരുണ്ട് അങ്ങനെ. ബഹുമാനപ്പെട്ട മഹാനായ അബുൽ ഹസൻ ശാലുലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മിസ്റിൽ തന്റെ മജ്ലിസിൽ ദർസ് തുടങ്ങുകയാണ്. തന്റെ വിദ്യാർത്ഥികൾക്ക് ദർസ് എടുക്കുകയാണ് അബുൽ ഹസൻ ശാലുലി. ബഹുമാനപ്പെട്ടവർ ചിന്തിക്കണം. തന്റെ കുട്ടികൾക്ക് ദർസ് തുടങ്ങുന്നു. പെട്ടെന്ന് ഒരാൾ ബാക്കിൽ വന്നിരുന്നേ ദർസ് കേട്ട് കുട്ടികൾക്ക് ആളെ മനസ്സിലായതുമില്ല. വലിയ മുപ്പന്മാരായ പണ്ഡിതന്മാരുണ്ട് അന്ന് അബുൽ ഹസൻ ശാദുലിയുടെ കീഴിൽ. ഒരു പുതിയ ആള് വന്ന് ദർസിൽ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം വർത്താനങ്ങൾക്കിടയിൽ ചില സംശയങ്ങൾ തീർക്കുന്നുണ്ട് ഉസ്താദുമായി. ഉസ്താദിന് മറുപടി പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഉസ്താദിന് പരിചയമുള്ള ആളാണ്. നമുക്ക് ആളെ പരിചയവുമില്ല. കുറച്ചു നേരം ദർസ് അങ്ങനെ നടന്നു. ദർസ് കഴിഞ്ഞിട്ട് ഇയാളെ പരിചയപ്പെടാം. ഉസ്താദിന്റെ മുന്നിൽ നിന്ന് ഈ സമയത്ത് അത് പരിചയപ്പെടാൻ പാടില്ലല്ലോ എന്ന് കരുതിയ ദർസ് കഴിഞ്ഞ് നോക്കുമ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ ചില ഹവാസായ വിദ്യാർത്ഥികൾ മെല്ലെ അടുത്ത് കൂടിയിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ ആരാ ഇന്ന് വന്ന ആള്? അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് എന്റെ തിൽമീദായ അബുൽ അബ്ബാസിൽ മുർസിയാണ്. ഞാൻ ദർസ് തുടങ്ങുമ്പോൾ അദ്ദേഹം മൊറോക്കോ നാട്ടിലെ ഫാസ് എന്ന പട്ടണത്തിലായിരുന്നു. ഞാൻ ദർസ് തുടങ്ങുന്നുണ്ട് എന്ന് ഞാൻ അവനെ അറിയിച്ചപ്പോൾ ആയിരക്കണക്കായ കിലോമീറ്ററുകൾ സെക്കൻഡുകൾ കൊണ്ട് വായുവിലൂടെ പറന്നു വന്നതാണ് മഹാനായ അബുൽ അബ്ബാസ്. അബുൽ അബ്ബാസിന് ഫാസ് നാട്ടിൽ വലിയൊരു പണിയുണ്ട്. ആ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിവരം അറിയിച്ചു, എടാ ഞാൻ ഇന്ന് ക്ലാസ് തുടങ്ങുന്നുണ്ട്, നിനക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന്. ഒരു സെക്കൻഡുകൾ കൊണ്ട് ഫാസ് നാട്ടിൽ നിന്ന് മിസ്റിലെത്തി ആര്? അബുൽ അബ്ബാസിൽ മുർസി. വർക്കപ്പറ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. അവർക്കത് വിഷയമല്ല. ഒറ്റപ്പാച്ചില്. ഫാസും ഈജിപ്തും തമ്മിലുള്ള വ്യത്യാസം മാപ്പ് നോക്കുന്ന ആളുകൾക്കറിയാം. ഭൂമിയുടെ ഘടന അറിയുന്നവരെ ഇഷ്ടം പോലെ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പം നിങ്ങൾ മൊബൈൽ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. മൊറോക്കോവിലാണ് ഫാസ്, ഇത് ഈജിപ്തിലാണ്. നിങ്ങളെ ചിന്തിക്കണം. അവർക്ക് വിഷയമല്ല. എന്തുകൊണ്ട്? ദുനിയാവിലെ ദുനിയാവിന്റെ നേട്ടങ്ങളും ഇവിടെയുള്ള ലാഭങ്ങളും ആഗ്രഹിക്കുന്ന ആളുകൾക്കതെല്ലാം പ്രയാസമാണ്. അല്ലാത്ത ആളുകൾക്ക് അതൊരു പ്രയാസമുള്ള വിഷയമല്ല. എത്രയോ ബഹുമാനപ്പെട്ട ഖാജപ്പാപ്പാന്റെ ആണ്ടും കൂടെ നടക്കുന്ന ഒരു സമയമാണ് ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങളുടെയും ഫഖറുദ്ദീൻ തങ്ങളുടെയും ഖാജപ്പാപ്പാന്റെയും ആണ്ട്. അതല്ലേ ഇവിടെ നടക്കുന്നത്? അല്ലാഹു അവരുടെയൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. എല്ലാ രാത്രിയിലും ഇശ നിസ്കരിച്ചാൽ പിന്നെ തവാഫിന് വേണ്ടി ഇറങ്ങും ആര്? ഖാജപ്പാപ്പ. അവരുടെ താരീഖ് എല്ലായിടത്തും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശൈഖുനാ ശംസുൽ ഉലമ അടക്കം.
അള്ളാഹുരൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. ശൈഖുനാ ശംസുൽ ഉലമ അവരുടെ മർസിയത്ത് എഴുതിയിട്ടുണ്ട്, അവരുടെ മദ് എഴുതിയിട്ടുണ്ട്, അവരുടെ മനാഖിബ് എഴുതിയിട്ടുണ്ട്. ശൈഖുനാ ശംസുൽ ഉലമ അടക്കം ഈ ഉമ്മത്ത് കണ്ട മഹാന്മാരിൽ ഒരാളായിരുന്നു ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. അള്ളാഹുരെ ദർജയേറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്. അപ്പൊ അതിനെല്ലാം ഉണ്ട് എന്ത്? ഇദാ സല്ലൽ ഇശാ അൽ ആഖിറ, ഇശ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫയൻസിലു ഇല തവാഫി ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. നമ്മള് ആ ജിയാദിന്റെ ഭാഗത്തോ അവിടെ എവിടെയെങ്കിലും ഒക്കെ നമ്മളാ ബാബുസലാമിന്റെ ഗേറ്റിന്റെ അവിടെ കാണുന്ന അപ്പുറത്തുള്ള ഹോട്ടലിലോ അല്ലെങ്കിൽ ആ മറ്റേ ടവറിലോ അവിടെയൊക്കെ റൂമെടുത്ത് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഒരു തവാഫിന് വേണ്ടിയിട്ട് നമ്മളത് ഇറങ്ങണത് പോലെയാണ് ഇറങ്ങണത്. എവിടുന്നാ ഇറങ്ങണേ? അജ്മീർന്ന് 4000 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും അതിന്റെ ഇടയിൽ. നിങ്ങൾ തവാഫ് ചെയ്ത് റാഹത്തായിട്ട് സുബൈന്റെ മുമ്പ് തിരിച്ചു വരും നാട്ടിലേക്ക്. പതിവായി എല്ലാ രാവുകളിലും പതിവായി എല്ലാ രാത്രികളിലും കഅബാലയം തവാഫ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു മഹാനായ ഖാജ. അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. എന്റെ ഖാജക്കൈനെ കഴിഞ്ഞത് അവരുടെ ബന്ധം മേലക്കാണ്. അപ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ദൂരം അവർക്ക് വിഷയമല്ല. ഞാൻ വേറൊരാളെ നമ്മളെ നാട്ടിൽ പറയാം, ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി. അല്ലാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ, അല്ലാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ. ആ മഹാനെ നിങ്ങൾക്കറിയില്ലേ? ബഹുമാനപ്പെട്ടവർ അസ്ർ വരെ വെളിയങ്കോട്ട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തുമായിരുന്നു. ബഹുമാനപ്പെട്ട മഹാനായ ഉമറുൽ ബലങ്കൂട്ടി, മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി വെളിയങ്കോട് റളിയല്ലാഹു അൻഹു. അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അസ്ർ ജമാഅത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരെ ഹിജാസിലേക്ക് പോകും. ഹിജാസിൽ ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു അന്ന് അവരുടെ കാലത്ത്. പണിക്കാർക്ക് കൂലി കൊടുക്കാൻ പോവുകയാണ്. പണിക്കാർക്ക് കൂലി കൊണ്ടുപോയി കൊടുക്കും. നാളെയുള്ള പണിയെ ഏൽപ്പിക്കും. നാളെ നല്ല പണിയൊക്കെ ചെയ്തോളൂ. പള്ളി എടുക്കുകയാണ് അവിടെ. ഹിജാസിൽ ഒരു പള്ളി കയറ്റുന്നുണ്ടായിരുന്നു. ഹിജാസിൽ ഒരു പള്ളി കയറ്റുന്നുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഖാദി. ഒരുപാട് ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടോ എന്ത് ചെയ്യും? വൈകുന്നേരം കൂലി കൊടുക്കും ജോലിക്കാർക്ക്. വൈകുന്നേരം കൂലി കൊടുത്തതിന് ശേഷം നാളേക്കുള്ള പണിയും ഏൽപ്പിക്കുന്നതാണ്. നാളെ അസറിന് വരും എന്ന് പറഞ്ഞു പോകും. മകൻ നിസ്കരിക്കാൻ വേണ്ടി തിരിച്ചെത്തും. എവിടെ? വെളിയങ്കോട് തിരിച്ചെത്തും. മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി. ഞാൻ ഇന്നും മുഹമ്മദ് വയ ജമല്ലൈലിയെ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ഖാദിയാണ് മുഹമ്മദ് വയ ജമല്ലൈലി. അദ്ദേഹത്തിന്റെ വല്യപ്പയാണ് അൽ ഖുത്ബ് സയ്യിദ് ജമല്ലൈലി എന്ന മഹാൻ. അവരാണ് സുമാത്രയിൽ നിന്ന് കേരളത്തിൽ മലബാറിൽ വന്നത്. കടലുണ്ടിയിൽ കിടക്കുന്ന. മനസ്സിലാവണില്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? മനസ്സിലാവണില്ലേ പറഞ്ഞത്? മനസ്സിലാവുന്നവർക്ക് പറയും മനസ്സിലാവണില്ലേ? ബാക്കിലുള്ള ആളുകളോടാ പറയുന്നത് മനസ്സിലാവണില്ലേ? അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഈ എന്തൊക്കെയോ അബദ്ധങ്ങളായി ഇന്ന് മനുഷ്യനെ പറ്റുന്നത്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. രാജാവിന്റെ മകനാ, സുമാത്രയിലെ രാജാവായ അബ്ദുറഹ്മാൻ രാജാവിന്റെ മകനാണ് ആര്? മുഹമ്മദ്. രാജാവിന് കുട്ടികളുണ്ടായില്ല. അങ്ങനെ പല ജാതി നേർച്ചകളും വഴിപാടും നടത്തി. അവസാനം ഒരു കുട്ടി ഉണ്ടായിന്. മുസ്തഫ നബിന്റെ പേരിട്ട് മുഹമ്മദ്. ഉറക്കപ്പറ മുഹമ്മദ്. മുസ്തഫ റസൂലുള്ളാഹിയുടെ ആ പേരെന്നിട്ട് മുഹമ്മദ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ മലിക് സുമാത്ര രാജാവിന്റെ മകനായിട്ട് ബഹുമാനപ്പെട്ട ഈ മുഹമ്മദ് എന്ന ഈ ചെറുപ്പക്കാരൻ ജനിച്ചു. പിന്നെയോ രാജാവിന് വേറെ മക്കളില്ല. രാജാവൻ സാരിയ മനുഷ്യൻ, നല്ല സാരിയായ രാജാവാണ്. ചെറുപ്പത്തിൽ തന്നെ പല ജാതി കാര്യങ്ങളും അശ്വാഭ്യാസം മറ്റത് ഇങ്ങനെ പലതും പഠിപ്പിക്കാൻ നോക്കി. കുട്ടിക്ക് പല കാര്യം സൈനിക വൃത്തി അതിനൊന്നും കുട്ടിക്ക് താല്പര്യമില്ല. കുട്ടി കണ്ണ് പൊട്ടിയ പള്ളിയിൽ പോയിരിക്കും. പള്ളിയെ മൂല്യന്മാര്, പള്ളി ദർസ്, ഇതന്നെ കുട്ടിക്ക് പണി. ആരുടെ മകൻ? രാജാവിന്റെ മകൻ. ബാപ്പ ഉപദേശിച്ചേ, ബാപ്പയുടെ രാജാവിന്റെ ഉപദേശകന്മാർ ഉപദേശിച്ചേ, മോനെ നീ സുമാത്രയിലെ രാജാവാകേണ്ട മകനാ. അതുകൊണ്ട് ഇങ്ങനെ പള്ളി കൂടെ നടന്നാ പോരാ, ദർസ് കൂടെ നടന്നാ പോരാ, ഈ നാട്ടിലെ രാജാവാകേണ്ട ആളാ. അതുകൊണ്ട് രാജഭരണ കാര്യങ്ങൾ പഠിക്കണം. അപ്പോഴും കുട്ടിയില്ല. കുട്ടി രാജകൊട്ടാരത്തിലെ കട്ടിൽ കിടന്നുറങ്ങൂല. വലിയ കൊട്ടാരുണ്ട്, വലിയ കിടക്കുണ്ട്, സൗകര്യമുണ്ട്. പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ പായിൽ കിടക്കും. ആര്? കുട്ടി. തഹജ്ജുദ്സ്കരിക്കും. രാത്രി നേരം വെളുക്കും, ഉറക്കൊഴിഞ്ഞോണ്ട് ഇബാദത്തെടുക്കും. ഈ പാവപ്പെട്ട കുഞ്ഞുമോന് ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ രാജാവിനോട് ചില ആളുകൾ പറഞ്ഞേ,
വേഗം ഒരു പെണ്ണടിച്ചാൽ നല്ലതാ. പെണ്ണടിച്ചാൽ ഈ പാച്ചിലൊക്കെ നിന്ന് കുട്ടി കൊരലും ഒരുങ്ങിക്കോളും. അതിന് പറ്റാൻ നല്ലൊരു തറവാട്ടുകാരിയായ നല്ലൊരു സുന്ദരിയായ പെണ്ണിനെ കണ്ടുപിടിക്കാൻ നിന്ന് രാജാവിന് കിടയൊക്കുന്ന 1-ാം നമ്പർ തറവാട്ടിൽ നിന്ന് സുന്ദരിയായ പെണ്ണിനെ തന്റെ മകൻ മുഹമ്മദ് എന്ന കുട്ടിക്ക് വധുവായി തെരഞ്ഞെടുത്തു. സുമാത്രയിലെ രാജാവ് അബ്ദുറഹ്മാൻ. ചിന്തിക്കണം, അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ബാപ്പയും എനിക്ക് കല്യാണം വേണ്ട നിർബന്ധിച്ച്. അല്ല, കല്യാണം വേണം, കല്യാണം ഒഴിവാക്കാൻ പറ്റൂല, നിർബന്ധിച്ച്. അങ്ങനെ കല്യാണം കഴിച്ച ആ രാത്രി തന്റെ ഭാര്യമാരും മണിയറയിൽ കൂടിയപ്പോൾ പറഞ്ഞു, പെണ്ണെ, ഈ വിചാരിച്ച കളി തമാശയും അതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, എന്റെ ചിന്ത വേറെയാണ്. അതുകൊണ്ട് നിന്റെ പുതിയാപ്പണയാകാൻ എന്നെ പറ്റൂല എന്ന് നാളെ രാവിലെ ഈ കൊട്ടാരത്തിൽ പറയുകയാണെങ്കിൽ നിനക്ക് നഷ്ടപരിഹാരമായി വലിയൊരു പൈസ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് വേറെ ആരെങ്കിലും പുതിയ നായി ഭാവം ചെയ്യുക. എൻ്റെ ഒപ്പം നടന്നിട്ട് എനിക്കൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നാളെ രാവിലെ കൊട്ടാരത്തിൽ ഇറങ്ങിയിട്ട് ഇയാളെ പുതിയാപ്പളാകാൻ പറ്റില്ല എന്നാണ് പ്രഖ്യാപിക്കണം എന്നാണ്. നേരം വെളുത്തപ്പോൾ പെണ്ണ് പറഞ്ഞ പോലെ പറഞ്ഞു, മണിയർ നിന്റെ കൂടെ അല്ലേ പറയും. മനുഷ്യന്മാരെ എന്താണ് ഒരു മനസ്സിലാവുന്നില്ല പറഞ്ഞു. നേരം വെളുക്കും മണിയറിൽ നിന്ന് ഇറങ്ങിയ പെണ്ണ് പറയാ, എന്ത് ഈ ഇങ്ങളെ ചെക്കനെ ഇങ്ങളെ മകനെ പുതിയാപ്പളയാകാൻ പറ്റൂല എന്നൊരു രാത്രി ഭർത്താവിന്റെ കൂടെ കടന്നിറങ്ങിയ പെണ്ണ് വന്ന് പറഞ്ഞാൽ അതിനും വലിയ ഭക്ഷണത്തിനുണ്ടോ. അപ്പൊ എന്ത് ചെയ്ത് വലിയ ഒരു പൈസ, വലിയ ഒരു പാരിതോഷികവും തോട്ടവും സൗകര്യവും വലിയ ഞാമത്തെല്ലാം നഷ്ടപരിയായി രാജാവ് കൊടുത്ത് രാജകുമാരൻ എന്ന നിലയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറെ ഞാമത്തുണ്ടായിരുന്നു. അത് ആരും കാണാതെ ബഹുമാനപ്പെട്ടവരും കൊടുത്ത്. മനസ്സിലായില്ല, തലാക്കില്ല, പുതിയതിന് കൊടുക്കുക, പള്ളർച്ച് മുതൽ കൊടുത്ത് മെല്ലെ പറഞ്ഞയച്ച് പിന്നെയും പള്ളിയിൽ കിടപ്പായി. എല്ലാ ദിവസവും ബാപ്പയോട് പറയും, ബാപ്പ എനിക്ക് മലബാറിലേക്ക് ദീനി ദഅവത്തിന് പോകണം. അക്കാലത്ത് ഇസ്ലാമിന്റെ കേന്ദ്രമായ നാടാണ് മലബാർ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നാടാണ് മലബാർ. ഇന്നും അങ്ങനെ അള്ളാഹു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അപ്പോൾ പറയുമ്പോ പറ്റൂല, ഇവിടെ നീ ഞാൻ പോയാ പിന്നെ രാജാവാകനാര്, എനിക്ക് വയ്യാതെ. എല്ലാ ദിവസവും ഈ മകനും ബാപ്പയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ബാപ്പാ ഇവിടുന്ന് സമ്മതം തരണം, എനിക്ക് ദീനി അള്ളാന്റെ കലാമ പറഞ്ഞു കൊടുക്കാനും ദീനി പ്രബോധനത്തിന് മലബാറിലേക്ക് പോകണം, ഞാൻ പഠിച്ച ഇൽമ പ്രചരിപ്പിക്കണം, എനിക്ക് മലബാർ അവിടുത്തെ ഔലിയാക്കളുടെ ബറക്കത്തെടുക്കണം, അവിടുത്തെ ഔലിയാക്കളുമായി ബന്ധപ്പെടണം, എനിക്ക് മലബാറിലേക്ക് പോകാൻ സമ്മതം തരണം. ബാപ്പ സമ്മതം കൊടുക്കൂല. കുറെ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞ് ഫയോമൻ വലൈലതൻ റഅൻ നബിയൽ മുസ്തഫ ഫിൽ മനാം. ഒരു രാത്രി പള്ളിയിൽ ഇങ്ങനെ തഹജ്ജുദ് രാത്രി ഇബാദത്ത് ചെയ്ത് ഇങ്ങനെ കിടന്ന നേരത്തെ പെട്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട്, സ്വപ്നത്തിൽ കണ്ട്, ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്നവരെ റളിയല്ലാഹു അൻഹു എന്ന് പറയും, ചില്ലറക്കാരനല്ല, റളിയല്ലാഹു അൻഹു. അപ്പോൾ പറഞ്ഞു, എന്റെ മോനെ എന്റെ വിഷമം. അപ്പോൾ പറഞ്ഞു, എന്റെ വിഷയം സയ്യിദാ, ഒക്കെ സയ്യിദ് കുടുംബ, മനസ്സിലായില്ല, സയ്യിദന്മാരാ, ബാപ്പ അബ്ദുറഹ്മാൻ രാജാവും സയ്യിദാണ്, മകൻ സയ്യിദാ, കുഞ്ഞുമോനെ എന്താ നിന്റെ കുഴപ്പം? അപ്പോൾ പറഞ്ഞ്, എന്റെ ഉപ്പ എന്നെ മലബാറിലേക്കുള്ള അവിടെയുള്ള ഔലിയാക്കന്മാരെ ബറക്കത്തെടുക്കാനും ദീനി പ്രബോധനത്തിനും പോകാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് അവിടേക്ക് പോകണം, അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. ദീനിന്റെ നിറഞ്ഞ നാടാണ് മലബാർ, മലബാറിലേക്ക് പോകണം. അപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി പറഞ്ഞു, നേരം വെളുത്ത ബാപ്പാനോട് പറഞ്ഞ, ഇനി അതിൻതുലക ഇലൽ മലബാർ, മലബാറിലേക്ക് ദീനി പ്രബോധനത്തിന് പോകാൻ ഞാൻ നിനക്ക് സമ്മതം തന്നിട്ടുണ്ട് എന്ന് ബാപ്പാനോട് പറ. ഞാൻ സമ്മതം തന്നിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ ബാപ്പ മുടക്കൂല. ആര് പറഞ്ഞ്? സ്വപ്നത്തിൽ വന്ന് ആര് പറഞ്ഞ്? മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. നേരം വെളുത്ത് ബാപ്പാന്റെ അരികിൽ ചെന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് കുഞ്ഞുമോൻ പാഞ്ഞെന്ന് പറഞ്ഞു, ഉപ്പാ ഇന്നി റഅയ്തു നബിയൽ മുസ്തഫ, അൽബാരിഹ, ഇന്നലെ ഞാൻ ഹബീബ നബിയെ കണ്ടു. ഫമാദാ ഖാല, അപ്പോൾ എന്ത് മുസ്തഫ നബി പറഞ്ഞത്? അപ്പോൾ ഖാല ലീ ഇന്നി അദിൻതു ലക, മലബാറിലേക്ക് ദീനി പ്രബോധനത്തിന് പോകാൻ ഞാൻ നിനക്ക് സമ്മതം തന്നിട്ടുണ്ട് എന്റെ കുഞ്ഞുമോനെ. ഹബീബ നബി എന്നോട് പറഞ്ഞു ഇത് ഇപ്രകാരം ബാപ്പയോട് പറഞ്ഞാൽ ബാപ്പ സമ്മതം തരും എന്നും പറഞ്ഞു. അപ്പോൾ ബാപ്പ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ബാപ്പ പറഞ്ഞു, നമ്മുടെ വല്യാപ്പയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം തന്നിട്ട് ഞാൻ എങ്ങനെ തടയാ മോനെ, പോയിക്കോന്ന് പറഞ്ഞു. പോകാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, മോനെ എന്താ പറഞ്ഞതെന്നറിയും, മോനെ പോയിക്കോ, പക്ഷേ രാത്രിയെങ്കിലും ബാപ്പാക്ക് ഇടക്കിടക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും എൻ്റെ മകൻ്റെ മുഖം ഒന്ന് കാണണം, അതിന് വരണം, അത് നടക്കുന്നു.
മനസ്സിലായില്ല. ഇന്തോനേഷ്യക്ക് അപ്പുറത്തുള്ള ദ്വീപാണ് ഏത്? സുമാത്ര. ആയിക്കോട്ടെ. എല്ലാ രാത്രിയും ഇടക്കിടക്ക് ഒന്നിട വിട്ട ദിവസങ്ങളിൽ എൻ്റെ കുഞ്ഞുമോനിക്ക് വേറെ മക്കളില്ല, എൻ്റെ കുട്ടിയുള്ളൂ. അപ്പൊ ഒന്നും എൻ്റെ കുട്ടി ചെയ്യണ്ട, എൻ്റെ കുട്ടിയുടെ മുഖം എനിക്കൊന്ന് കാണാൻ, എൻ്റെ മരണം വരെ കാണണം. സമ്മതമാണോ എന്ന് വെച്ചാൽ സമ്മതമാണ്. എന്നാ പോയിക്കോ. കടപ്പുറത്തേക്ക് ഓടി വന്ന് കപ്പൽ കിട്ടിയില്ല. മുസല്ല വരിച്ച് കയറിയിരുന്ന് മുസല്ലയിൽ ഇരുന്ന് വന്നതാണ് അൽ ഖുതുബു സയ്യിദ് ജമലുൽ ലൈൽ. കടലുണ്ടി കിടക്കുന്ന അൽ ഖുതുബു സയ്യിദ് ജമലുൽ ലൈൽ റളിയല്ലാഹു അൻഹു. അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. രാത്രി ആയി കഴിഞ്ഞാൽ ഒന്നിടവിട്ട രാത്രികളിൽ അവർ നേരെ കടപ്പുറത്തേക്ക് പോകും. അത് പോകും. കടപ്പുറത്തേക്ക് പോയാൽ കടലിൽ ചെരിപ്പോടെ അഴിച്ചു വെക്കും, കടലിലേക്ക് ഇറങ്ങും, പിന്നെ പോകും. സുമാത്രയിലേക്കാണ്. സുമാത്ര എവിടെ? ദുനിയാവ് എവിടെ? സുമാത്ര നിങ്ങൾ നാളെ രാവിലെ വേപ്പം എടുത്തു നോക്കൂ, അറ്റ്ലസ് എടുത്തു നോക്കൂ. സുമാത്ര എവിടെയാണ്? സുമാത്രയിൽ പോകും. സുമാത്രയിൽ പോയിട്ട് നേരം സുബഹിക്ക് മുമ്പ് തിരിച്ചു വരികയും ചെയ്യും. രാത്രി കടപ്പുറത്തൂടെ ചുറ്റുന്ന പണി ഷെയ്ഖ് അവർക്കുണ്ട് എന്ന് ആരോ മുക്കുവന്മാരിൽപ്പെട്ട ചിലർ മനസ്സിലാക്കിയപ്പോൾ രഹസ്യമായി പിന്തുടരാൻ തുടങ്ങി. എന്താ രാത്രി ചുറ്റിക്കളി കടപ്പുറത്ത്? ചെരുപ്പഴിച്ച് പിന്നെ കാണാനില്ല. അപ്പൊ മീൻപിടുത്തക്കാരൻ ആ ചെരുപ്പിന്റെ അടുത്ത് നിന്ന് ചെരുപ്പടിച്ചിട്ടുണ്ട്, ആളെ കാണാനില്ല. സുബഹിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട ഖുതുബ് സയ്യിദ് ജമലുൽ തങ്ങൾ തിരിച്ചു വരുന്ന നേരത്ത് ഇവിടെ ചെരുപ്പിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴാണ് ഇരിക്കാൻ തുടങ്ങിയത് ചോദിച്ചു. ഞങ്ങൾ പോയ നേരം മുതൽ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു. എന്നാൽ ഞാനോടും പറയേണ്ടായിരുന്നു. അത് പറഞ്ഞു. അന്ന് മുതൽ വരാണ്ടായി. ഇതൊക്കെ ചരിത്രമാണ്. നിങ്ങൾ ചിന്തിക്കണം. ഒരു ദിവസം രാത്രി പോയി, പക്ഷേ പിറ്റേന്ന് സുബഹിക്ക് വന്നില്ല. കൊല്ലങ്ങൾ അനവധി അങ്ങനെയാ. ഒരു ദിവസം പോയി രാത്രി പോയി, പിറ്റേ രാത്രി ബാപ്പൻ്റെ അടുത്ത് പോകും. സുമാത്രയിലേക്ക് പോയി സുബഹിന് മുമ്പ് തിരിച്ചു വരും. കടലുണ്ട് വിമാനത്തുള്ളിൽ സുബഹിക്ക് ഉണ്ടാവും ബഹുമാനപ്പെട്ടവർ. കൊല്ലങ്ങൾ അനവധി അങ്ങനെ കഴിഞ്ഞ് ഒരു രാത്രി പോയി സുബഹിക്ക് തിരിച്ചു വന്നില്ല. പകലായി വന്നില്ല, ളുഹറായി വന്നില്ല, അസ്റായി വന്നില്ല. ജനങ്ങളാകെ ബഹറാനിയത്തിലായി. തങ്ങളാപ്പനെ കാണാനില്ല. എന്തോ സംഭവിച്ചോ? തങ്ങളാപ്പനെ കാണാനില്ല. മഗ്‌രിബിന് തൊട്ട് മുമ്പ് കയറി വന്നേ ബഹുമാനപ്പെട്ടവര്. കടലുണ്ടിക്കാർ ഹറാനിയത്തിലായിരുന്നു. എന്തേ പറ്റിയത്? തങ്ങളെ എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞേ, സാധാരണ പോലെ സുബഹിക്കുമ്പോ മടങ്ങാൻ വേണ്ടിയാണ് ഇന്നലെ രാത്രി ഞാൻ പോയത്. പക്ഷേ എന്റെ വാപ്പാക്ക് മരണമാസന്നമായ രാത്രിയാണ് ഇന്നലെ. അപ്പോൾ പിന്നെ എനിക്ക് മടങ്ങാൻ പറ്റൂല. സുബഹിയോട് അടുക്കുന്ന നേരത്ത് ബാപ്പ മരിച്ചു. മലിക് അബ്ദുറഹ്മാൻ മരിച്ചു ആ രാത്രി. നേരം വെളുക്കുമ്പോൾ ഞാൻ ബാപ്പാന്റെ കാര്യത്തിലായി. അസറോട് കൂടിയാണ് ബാപ്പാനെ മറവ് ചെയ്തത്. ആ മറവ് ചെയ്യലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു നോക്കുമ്പോൾ മഗ്‌രിബോട് അടുത്ത് പോയി. നിങ്ങൾ ബേജാറിലാകുമെന്ന വിഷമവും എനിക്കുണ്ട്. പെട്ടെന്ന് മടങ്ങിപ്പോണതാണ്. ആര്? ഇന്നത്തെ ഖാദിയരുടെ വല്ലിപ്പാട് ഒന്നാമത്തെ വല്ലിപ്പ അൽ ഖുതുബ് സയ്യിദ് ജമലുൽ ലൈൽ ഖദ്ദസല്ലാഹു. ഈ വിഷയത്തിൽ അനവധി കിതാബുകളുണ്ട്. ഈ വിഷയത്തിൽ കടലുണ്ടി തറവാട്ടുകാർ അംഗീകരിക്കുന്ന കിതാബുകൾ ഉണ്ട്. എന്റെ അഭിപ്രായം പറയല്ല. ഇതൊക്കെ മഹാന്മാരുടെ താരീഖ് പഠിച്ചും അവരുടെ മശായിഖന്മാരുടെ സമ്മതത്തോടു കൂടിയും പറയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവർക്കത് വിഷയമല്ല. എന്തുകൊണ്ട് വിഷയമല്ല? എന്തുകൊണ്ട്? അവർക്ക് ദുനിയാവുമായി ബന്ധമില്ല. അവർക്ക് മേലുള്ള കാര്യത്തിലേ ബന്ധമുള്ളൂ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാൻ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി. ഇന്നാ ആരി സയ്യിദുനാ ദുൽഖർനൈനി വർക്കപ്പറ സയ്യിദുനാ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു ലൈസ ബിനബിയ്യിൻ നബിയല്ല സയ്യിദുനാ ദുൽഖർനൈൻ നബിയല്ല. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി. എല്ലാവിധ സൗകര്യവും. വകാന യദ്ഖുലു النار ويخرج منها من غير إحراق. വകാന യദ്ഖുലു النار. തീന്റെ ഉള്ളിൽ കയറും. എന്നിട്ട് എല്ലാ പണിയെടുത്തിട്ട് വയഖ്റുജു മിനാ തീന്ന് ഇറങ്ങി വരും. ആര്? ഖുർആനിൽ പറഞ്ഞ വലിയാണ്. ആര്? ദുൽഖർനൈനി. വയസ്അലൂനക അൻ ദുൽഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി. നിങ്ങൾ ചിന്തിക്കുക, ഇത് ഖുർആനാണ്. ഹദീസാണെങ്കിൽ പറയാതെ ലൈഫ് ആയിരിക്കും. മൂല്യരേൻ ഖുർആൻ ലൈഫ് ആകണ മെഷീൻ ഇറങ്ങിയിട്ടില്ലല്ലോ. ഇത് ഖുർആനാണ്, നിഷേധിക്കാൻ പറ്റൂല. ചിന്തിക്കുക.
ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മൾ ഇത് ഗൗരവമായി ചിന്തിക്കണം, മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടൂല. വിഷയത്തിന്റെ മർമ്മം പറയൽ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തുകൊണ്ട്? ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി, എല്ലാവിധ സൗകര്യവും ഞാൻ ചെയ്തു കൊടുത്തു. അല്ലാഹു പറയാണ്, ആർക്ക്? ഈ വലിയനെ, നബിയല്ല, രാജാവ്. ഇരട്ട കൊമ്പൻ രാജാവേ, തലയിൽ 2 കൊമ്പ് പോലെ, 2 മുഴ പോലെ ഉണ്ടായിരുന്നു തലയുടെ ഭാഗത്ത്. ബുദ്ധി മുളച്ചതാണ് ദുൽഖർനൈനി. ഇതാണ് 2 കൊമ്പ് പോലെ ഇവിടെ അങ്ങനെ പൊന്തിയിരുന്നു, 2 എണ്ണം. ഇരട്ടക്കൊമ്പൻ എന്ന ചരിത്രത്തിൽ പറയുന്ന ആളാണ് ബഹുമാനപ്പെട്ട ദുൽഖർനൈന്. ചിന്തിക്കണം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി, അർമേനിയയുടെയും ആസർബൈജാന്റെയും ഇടയിൽ വലിയ ഉരുക്ക് കൊണ്ട് മതിൽ കെട്ടി ബഹുമാനപ്പെട്ട ദുൽഖർനൈനി അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവര് ചിന്തിക്ക്. നബിയല്ല, വലിയായ രാജാവാണ് ദുൽഖർനൈനി അലൈഹിസ്സലാം. അർമേനിയയുടെയും ആസർബൈജാന്റെയും ഇടയിൽ വലിയ ഉരുക്ക് കൊണ്ട് മതിൽ കെട്ടി. ഇരുമ്പിന്റെ ഉരുക്ക്, കാലുരുക്ക്, ഉരുക്ക്. എന്നിട്ടോ ആതുനി സുബറൽ ഹദീദി, മാറോട്ട് പൊടിന്റെ ഇഷ്ടികല്ല. പിന്നെയോ ആതുനി സുബറൽ ഹദീദി, ഇരുമ്പിന്റെ ഇഷ്ടിക കൊണ്ട് മതിൽ കെട്ടിയിട്ടോ. എന്നിട്ട് പട്ടാളക്കാരോട് പറഞ്ഞു, പട്ടാളക്കാരെ നിങ്ങൾ തീ കൊടുത്താളിന്ന് പറഞ്ഞു. പട്ടാളക്കാർ തീ കൊടുത്തു. എന്നാ പട്ടാളക്കാർക്ക് തീ പിടിച്ചോല്ല, പട്ടാളക്കാർ തീ കൊടുത്തു. എന്തുകൊണ്ട്? പട്ടാളക്കാർ ഔലിയാക്കന്മാരാണോ? അല്ല. വലിയന്റെ കൽപ്പന പ്രകാരം ചെയ്താൽ ആ ആളുകൾക്ക് കറാമത്ത് പ്രത്യക്ഷത്തിൽ കാണാം. അവർക്ക് സ്വയം കറാമത്ത് ഉണ്ടാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലല്ലോ പഠിച്ചോനെ, മനസ്സിലായില്ല. ഇത് വളരെ ചിന്തിക്കണം. അതായത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ പറന്നവർ നബിമാരാണോ? അല്ല. പക്ഷേ സുലൈമാൻ നബിയുടെ കൂടെ പറക്കുന്നത് കൊണ്ട് പറക്കാൻ കൽപ്പിക്കുന്നത് ആരാണ്? സയ്യിദുന സുലൈമാൻ ആണെന്നത് കൊണ്ട് ഇവർക്ക് പറക്കാനുള്ള കഴിവുണ്ടാകേണ്ട ആവശ്യമില്ല, അത് സ്വമേധയായി പോകും എന്നതുപോലെ ആ കാണുന്ന ആസർബൈജാന്റെ അർമേന്റെയും ഇടയിൽ കിലോമീറ്റർ അനവധികൾ ഇരുമ്പിന്റെ ഉരുക്ക് കൊണ്ട് ആതുനി സുബറൽ ഹദീദി. ഇതൊക്കെ നസ്സുൽ ഖുർആനാണ്, നിഷേധിക്കാൻ ഒരാൾക്ക് പറ്റൂല. ദുൽഖർനൈൻ നബിയുമല്ല, വലിയാണ്. കെട്ടുകെട്ടി ഇരുമ്പ് ഇഷ്ടിയാക്കി കെട്ടിട്ട് പിന്നെ എന്ത് ചെയ്തു? സെറ്റാക്കാൻ വേണ്ടി എന്ത് ചെയ്ത്? കത്തിച്ച് തീയാൻ കൊടുത്ത്. മനുഷ്യന്മാരെ, ഒരു പൊര കത്തിയ മര്യാദക്ക് കത്ത് പോലെ കത്തിയ മനുഷ്യൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുമോ? ഇത് എന്താ കത്തുന്നത്? ഇരുമ്പാട് കത്തി പിടിച്ചിട്ട് ഹത്താ ഇദാ സാവാ ബൈന ഓതിയ സൂറത്തല്ലേ? ഹത്താ ഇദാ സാവാ ബൈന സദഫയ കാലം ഓടിക്കാളി പാഞ്ഞത്താടിയ പുര മനുഷ്യന്മാര് ഊതിക്കോളൂ. വരുന്ന അങ്ങനെ തീ അങ്ങനെ കത്ത. എന്തിന്? കവുങ്ങും പട്ടക്കല്ല. എന്തിന്? ഇരുമ്പിന് തീ പിടിച്ചിട്ട് ഉരുക്കി അങ്ങനെ കത്തി തെളിയ. അപ്പോൾ അങ്ങനെ വരും മനുഷ്യന്മാർ നിന്ന് അങ്ങനെ എന്തുകൊണ്ട്? അത് മിൻ കറാമാതി സയ്യിദിഹിം, അവരെ നേതാവിന്റെ കറാമാത്താണ്. നേതാവ് സയ്യിദുന ദുൽഖർനൈനാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന് വേണ്ടി ജീവിച്ചവരാണ്. അപ്പോൾ അവരെല്ലാം അങ്ങനെയാണ്. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ഇന്നും അങ്ങനെയാണ്. ആ ജാതി പലജാതി ഗുണങ്ങളും പിന്നീട് പ്രദർശിപ്പിച്ചു. പലരും മഹാനായ സിയം വലിയുള്ളാഹ് ഖദ്ദസല്ലാഹു സിറഹു അല്ലദീൻ പറയാതെ വെറുതെ ദിനം സിയം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അത്ഭുതമാണ്. മഹാനായ സിയം വലിയുള്ളാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. ഈ മനുഷ്യങ്ങാനും അമേരിക്കയിലാണെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തു പോകും. അത്രയും വലിയ മഹാനാണ് സിയം ജീവിച്ചിരിക്കുന്ന കാലത്ത് സിയമിനെ പോലത്തെ ഒരാൾ ഭൂമിയില്ല, തിരഞ്ഞാൽ പോലും കിട്ടൂല. അങ്ങനത്തെ ഒരു മഹാനായിരുന്നു സിയം. അല്ലാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. പിന്നെ മുറ്റത്തെ മുല്ലക്ക് വിലല്ല. ഈ മനുഷ്യനെങ്ങാനും ഇങ്ങനെ എന്ത് പറഞ്ഞാലും നടത്തുന്ന ഒരു മനുഷ്യൻ അമേരിക്കയിലുണ്ട് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ ആ വലിയനെ കാണാൻ നമ്മൾ അവിടെ പോയി ക്യൂ നോക്കും. ഇവിടെ നമുക്ക് വില മനസ്സിലായില്ല. എന്താണ് എന്ത് ചെയ്താലും എന്ത് വേണ്ട തസറുഫിന് അധികാരം, കുൻ എന്ന് പറയാനുള്ള അധികാരം, കുൻ എന്ന് പറയാനുള്ള അധികാരം. അതാണ് കാഫുനൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കും എന്ന് പറഞ്ഞില്ലേ? കാഫുനൂന് കമാലിയത്താണ് പറഞ്ഞത്. കുൻ. രോഗം വേണ്ട സിയം പറഞ്ഞാൽ പിന്നെ രോഗമില്ല. ഓപ്പറേഷൻ ചെയ്യണ്ട സിയം പറഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ഇല്ല.
എന്തും പിന്നാലില്ല. ചിന്തിക്കണം. എന്തുകൊണ്ട് താഴേക്കുള്ള ചിന്തയില്ല? ദുനിയാവ് എന്ന ചിന്തയില്ല, ദുനിയാവ് നേടണം എന്ന മോഹം ഇല്ല. ദുനിയാവ് നേടുകയാണെങ്കിൽ നേടായിരുന്നല്ലോ. ആയിരക്കണക്കായ ആളുകളല്ലേ യസൂബിന്റെ പിന്നാലെ തേനീച്ചകൾ നടക്കും പോലെ ബഹുമാനപ്പെട്ട സിഎമ്മിന്റെ പിന്നാലെ നടന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുതലാളിയാകേണ്ട മനുഷ്യൻ കയ്യിലൊന്നുമില്ലാത്തതിനാണ് മരിച്ചു. ജീവിച്ചപ്പോഴൊന്നുമില്ല, മരിച്ചപ്പോഴൊന്നുമില്ല. ആർക്ക് സിഎമ്മിന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണക്കാരനാകാൻ സാധ്യതയുള്ള ആളായിരുന്നു ആര്? സിഎം. എന്ത് പറഞ്ഞു നടക്കുക? നമ്മളിൽ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പോലൊന്നുമല്ല. ഡോക്ടർമാരടുത്ത് മടക്കിയ എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേസാണ് സിഎം തീർത്ത്. എത്ര പണം ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണക്കാരനാകേണ്ട ആളാണ് സിഎം. പക്ഷേ ഒന്നുമില്ല, ജീവിച്ചപ്പോഴും ഒന്നുമില്ല, മരിച്ചപ്പോഴും തങ്കാലമില്ല, ഒന്നുമില്ല. എന്തുകൊണ്ട്? താഴെക്കാലോചിച്ചിട്ടില്ല. എപ്പോഴും ചിന്ത മേലേക്കാണ്. മേലില്ലാത്തൊരു ചിന്തയില്ല. അല്ലാഹു നമുക്ക് ധൈര്യം കൊടുക്കട്ടെ. ചിന്തിക്ക്. എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളും തൃപ്പനച്ചി മലയുടെ മുകളിൽ നടത്തിയ ഒരു മഹാൻ ഉണ്ടായിരുന്നല്ലോ, നമുക്കറിയാമല്ലോ. മഹാന് ഒരു കുപ്പായം പോലും മാറ്റിയിട്ടില്ല. ഒരു കുപ്പായം മാറ്റി പുതിയ കുപ്പായിട്ടില്ല. അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാരെ. ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ പണി അവിടെ അങ്ങനെ നടക്കും. ആ മനുഷ്യന്റെ കുപ്പായം വരെ മാറ്റൂല. അന്നലത്തെ കുപ്പായം തന്നെ നിന്നും. അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാര്. തിന്നണ്ടോ ഇല്ല, കുടിയുണ്ടോ ഇല്ല. സാധാരണ അവസാനമൊക്കെ സന്നാക്കുള്ള ആ ഒരു ഘട്ടമൊക്കെ വന്നപ്പോഴത്തിന് ഒരു മുറുക്ക് വെള്ളം കുടിക്കാതെ ജീവിച്ച ദിവസങ്ങൾ എത്രയുണ്ട്. അസറിന്റെ ശേഷം മറ്റൊരു അരച്ചായ കുടിക്കും. ആ പള്ളിൻ്റെ അവിടെ നിന്ന് വന്ന് ഇങ്ങനെ മുകളിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരാൾ പാഞ്ഞു പോയി ഗ്ലാസ് ചായ കൊണ്ടേ കൊടുക്കും. ആ ചായയിൽ അരച്ചായ ഒഴിച്ച് ബാക്കി അരച്ചായ കൊണ്ടുവന്നെ കൊടുക്കും. ചിലപ്പോൾ ഒരു പുട്ട് കൊടുത്താൽ തിന്നും, ഇല്ലെങ്കിൽ അത് വണ്ടം തന്നെ ഇരിച്ചു കൊടുക്കും. ഇനി ചായയില്ല, കടിയില്ല, ഇനി നാളെ ആ നേരവും ഒരു അരച്ചായ കുടിക്കും. അങ്ങനെ എത്ര കാലം ജീവിച്ചു ബഹുമാനപ്പെട്ട ആര്? തിരുപ്പതി ഉസ്താദ് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ, ഉറക്കപ്പുറം അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ഇന്നിപ്പോൾ നമ്മൾ ആ മലയിലേക്ക് പോയി നോക്കിയാൽ അത് മുഴുവൻ ഉണ്ടായത് ബഹുമാനപ്പെട്ട തിരുപ്പതി ഉസ്താദിനെ കൊണ്ടാണ്. ഫക്കീറായി ജീവിച്ച് ഫക്കീറായി മരിച്ച് രാജാക്കന്മാർക്ക് നടത്താൻ കഴിയാത്ത കാര്യങ്ങൾ നടത്തി. എന്തുകൊണ്ട്? അവർക്ക് താഴേക്ക് ബന്ധമില്ല, ബന്ധം മുഴുവനും മേലേക്കാണ്. അതുകൊണ്ട് ഇതന്നെ ഔലിയാക്കന്മാർക്ക് 4 ഗുണമുണ്ടാവും. 4 ഖുലഫാക്കളിലുള്ള 4 ഗുണം ഔലിയാക്കളിൽ ഉണ്ടാവും. അതെല്ലാം മുത്തുനബിയിൽ മേടിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറവും ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ സിദ്ദീഖ്, സിദ്ദീഖിന്റെ സിദ്ദീഖ്, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ട് നോക്ക്. ഔലിയാക്കന്മാർക്ക് 4 ഗുണം മേളിക്കും. ഒന്ന് സിദ്ദീഖിന്റെ സിദ്ദീഖ്, സത്യബോധം, കളവറിയില്ല. പിന്നെ ഉമർ ബിൻ ഖത്താബിന്റെ അദല്, നീതി. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഇൻഫാഖ്, ചെലവഴിക്കല്, കൊടുക്കുന്നതിൽ യാതൊരു മടിയുമില്ല.